ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് നമുക്ക് നേന്ത്രപ്പഴവും ശർക്കരയും തേങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് അധികം ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഞാൻ ആവിയിലാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ വേവിച്ചെടുക്കുന്ന അതേപോലെ തന്നെ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കരുത് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കുറച്ച് പഴം നമ്മൾ ഉടച്ചെടുക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ ലൂസായിട്ടാവും ഇരിക്കുക. നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ ആവിയിൽ വേവിച്ചെടുത്താൽ മതി. ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് തൊലി കളയാം നമുക്ക്. ഇപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് അളവിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു 3 നേന്ത്രപ്പഴത്തിലേക്ക് എത്ര അളവാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്നുള്ളത് കാണിക്കാം. ഇത് നല്ല പോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടോ. ഞാനിപ്പോൾ കുരുവൊന്നും കളഞ്ഞിട്ടില്ല. ഇപ്പോൾ കുരു മാറ്റണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നെടുക കീറിയതിന് ശേഷം ആ കുരുവിൻ്റെ ആ ഭാഗം ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അത് കുറച്ച് പാടായതുകൊണ്ട് തന്നെ ഞാൻ കുരു അടക്കം തന്നെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ എങ്ങനെ നിങ്ങളുടെ സൗകര്യം പോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. കട്ടയില്ലാണ്ടിരിക്കുക കേട്ടോ. നമുക്ക് മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആണെങ്കിൽ അത്രയും മതി. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ കൂടുതൽ വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ മെൽറ്റ് ചെയ്യാത്ത നെയ്യാണ്, അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. അത് മെൽറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ആട്ടപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 5-6 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം ഞാനൊരു 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടൊന്ന് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് നമുക്ക് ആ ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെയൊക്കെ ആ ഒരു പാകത്തിന് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകത്തിന് കിട്ടോളം നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളൊരു പാകം കിട്ടണം കേട്ടോ. ആ ഒരു പാകം ആകുന്നത് വരെ നിങ്ങൾക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ ആ ഒരു ലൂസിനനുസരിച്ചാണ് നമുക്ക് പൊടി ആവശ്യമായിട്ട് വരിക. അപ്പോൾ അത് നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇത് എത്രത്തോളമാണെന്നുള്ളത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഏലക്കയൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ചിലർക്ക് ഒരുപാട് ഏലക്കയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമുണ്ടാവില്ല, അവർ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് നല്ല പോലെ കുഴച്ചിട്ട് ഇതുപോലെ നമുക്ക് ആക്കിയെടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് പുരട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഉരുളകളാക്കി എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കൂട്ടോ. അപ്പോൾ നമ്മൾ ഓയിലോ എന്തെങ്കിലും കയ്യിൽ തേച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഏകദേശം നമ്മുടെ ആ ഒരു ഉഴുന്ന് വടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിൻ്റെ ആ ഒരു ഇതിലാണ് വലിപ്പത്തിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കയ്യിലിട്ട് നല്ല പോലെ ആക്കിയതിന് ശേഷം വിരൽ വെച്ചിട്ട് സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. വടയുടെ ആ ഒരു ഷേപ്പ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ഡോണട്ട്സിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിന് ബനാന ഡോണട്ട്സ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ വിരൽ വെച്ചിട്ട് ഒരു ഹോളാക്കിയതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പൊടി ഇട്ടതൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിതിലേക്ക് 6 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടിയാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ, ഈ ഒരു 3 പഴത്തിലേക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു 4-5 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒന്ന് കുഴച്ച് നോക്കുക. കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇല്ല പാകമാണെന്നുണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റ് അളവ് ഞാൻ പറയാത്തതിൻ്റെ കാരണം അതാണ്. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ വടയാക്കിയിട്ട് വടയുടെ ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഓയിൽ ചൂടാക്കിയിട്ട് ഓയിലോ വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഉൾഭാഗമൊക്കെ വേവെന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം.
അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത്. നല്ല എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ ഒരു ഡോണട്ട്സൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കോരി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഈ ഒരു ഓയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതൊന്നും കൂടുതലായിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന അത്രയും ആ ഒരു സമയം തന്നെ നമുക്ക് ഇതിനും ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. എന്നാലും നല്ല ടേസ്റ്റാണ്. നേന്ത്രപ്പഴവും തേങ്ങയും ശർക്കരയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. ഉൾഭാഗമൊക്കെ നല്ലതായിട്ട് തന്നെയാണ് ഇരിക്കുക. ഇനി നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്. ശർക്കര നമ്മളൊന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ വേണം നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട്. ഇനി ആ ശർക്കര അതിൽ നമ്മൾ ഓരോ ഡോണറ്റ്സും അതിലൊന്ന് ഒരു ഭാഗം മാത്രം ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഡോണറ്റ്സൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചോക്ലേറ്റിലൊക്കെ മുക്കിയിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റൊക്കെ അതിന് മുകളിൽ ഇടില്ല. അതിന് പകരമായിട്ട് നമ്മളിതിൽ കുറച്ച് ചിരകിയ തേങ്ങ ഈ ഒരു ശർക്കര ഒഴിച്ചതിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ്, കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ശർക്കരയും തേങ്ങയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അതിൻ്റെ കൂടെ പഴം കൂടെ ആകുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. കുട്ടികളായാലും വലിയവരായാലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. സാധാരണ നമ്മൾ പഴംപൊരി, ഉന്നക്കായ ഇതൊക്കെ ഒരു കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സ്നാക്കാണ്. ഇത് കുറച്ച് വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ സാധാരണ ഉള്ള ചേരുവകൾ കൊണ്ട് തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.